ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ ബൈബിൾ പ്രവചനങ്ങളുടെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഒട്ടനവധി പ്രവചനങ്ങളുടെ നിവർത്തി ഈ ലോകം കണ്ടിട്ടുണ്ട്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി സംഭവിക്കാനായിട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനങ്ങളിൽ ഒന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. മേഘ പ്രത്യക്ഷത. സൗമ്യനായി കഴുതപ്പുറത്ത് കയറി യെരുശലേമിലൂടെയൊക്കെ യാത്ര ചെയ്ത ആ കർത്താവിന് ഈ ലോകം സമ്മാനിച്ചത് മുൾമുടിയാണ്. എന്നാൽ രാജമുടി ധരിച്ചുകൊണ്ട് നീതിയോടെ ന്യായം വിധിക്കുവാനായി കുതിരപ്പുറത്തേറി വായിലെ വാളുകൊണ്ട് തൻ്റെ വിശുദ്ധന്മാരുടെ അകമ്പടിയോടുകൂടി മടങ്ങി വരുന്ന കർത്താവിനെ നമുക്ക് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കാണാനായിട്ട് പറ്റും. ഇത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ തുടർച്ചയായിട്ട് നടക്കുന്ന ക്ലാസിൻ്റെ ഭാഗമാണ്. ആ ഭയാനകമായ ആ ദിവസം, അന്ന് സംഭവിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് കൊടുത്തിട്ടുള്ള വിവരണം എന്താണ്, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ദൈവവചന സന്ദേശത്തിലൂടെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ആരംഭിക്കുമ്പോൾ, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ള കുതിര പ്രത്യക്ഷമായി. ആ കുതിരയുടെ മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഈ ദൈവവചന ഭാഗം നമ്മൾ വായിച്ച് ധ്യാനിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ തന്നെ ക്ലാസ്സിൽ ഇതിനു മുൻപ് നമ്മൾ പറയുകയുണ്ടായി. 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു വെള്ളക്കുതിരമേൽ കിരീടവുമായിട്ടൊക്കെ ജയിക്കാനായിട്ട് പുറപ്പെടുന്ന ഒരു എതിർ ക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. വെളിപ്പാട് പുസ്തകം 6-ലെ വെള്ളക്കുതിരമേൽ പോകുന്നവൻ എതിർ ക്രിസ്തു തന്നെയാണ് എന്നുള്ളതാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. നമുക്കങ്ങനെ ഒരു വാൾമാറാട്ടക്കാരനെ നമുക്ക് കാണാനായിട്ട് പറ്റും. കർത്താവായ യേശു ക്രിസ്തുവും വെള്ളക്കുതിരമേൽ പോയെങ്കിൽ നമ്മൾ എതിർ ക്രിസ്തുവും വെള്ളക്കുതിരമേൽ വരുന്നവനായിട്ടാണ് നമ്മൾ കാണുന്നത്. അന്നത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് നമുക്ക് പോകുന്നില്ല. വെള്ളക്കുതിര എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെയും വിജയത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ്. എന്നാൽ നമുക്കറിയാം, ആ എതിർ ക്രിസ്തുവിൻ്റെ ആൾമാറാട്ടം അധികം നാൾ നീണ്ടു നിന്നില്ല. പിന്നീട് നമ്മൾ ഇവിടെ യേശു ക്രിസ്തുവും എതിർ ക്രിസ്തുവും തമ്മിലുള്ള പല സാമ്യതകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ അതിലേക്ക് പിന്നീട് പോകാം. പക്ഷേ അധികം നാൾ അതൊന്നും നിലനിൽക്കാതെ ഇരിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ വെള്ളക്കുതിരപ്പുറത്തേറി വരുന്നവനെക്കുറിച്ച് പറയുന്നു, വിശ്വസ്തനും അവിടുന്ന് സത്യവാനുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്, സത്യവാനായ ദൈവമാണ്. വാക്ക് പറഞ്ഞാൽ അവിടുന്ന് മാറ്റിപ്പറയാത്ത ദൈവമാണ്. ആ ഒരു വലിയ ഉറപ്പാണ് ആ ദൈവത്തെ സേവിക്കുമ്പോൾ ഓരോ ദൈവഭക്തൻ്റെ ഉള്ളിലും ലഭിക്കുന്ന ഉറപ്പ്. ആ കർത്താവിനെക്കുറിച്ച് പറയുന്നത് അവിടുത്തെ കണ്ണ് അഗ്നിജ്വാല എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. അതായത് 12-ാമത്തെ വാക്യം, അവൻ്റെ കണ്ണ് അഗ്നിജ്വാല. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ യോഹന്നാന് പത്മോസിൻ്റെ ഏകാന്തതയിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആ ഒരു പൂർണ്ണമായ വെളിപ്പാട് എനിക്ക് കിട്ടിയപ്പോൾ അവിടെയും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് നമുക്ക് കാണാനായിട്ട് പറ്റും. 1-ന്റെ 14-ാമത്തെ വാക്യമാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ആ കണ്ണുകൾക്ക് മറവായിട്ടിരിക്കുന്നത് ഒന്നുമില്ല. ജാതികളെ നീതിയോടും ന്യായത്തോടും കൂടെ അവിടുന്ന് വിധിക്കുവാനായിട്ട് മടങ്ങി വരുന്ന ദിവസങ്ങൾ അരികെയാണ്. അതിനൊക്കെ ഏറ്റവും സാധ്യതയുള്ള ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊക്കെ ഒരുങ്ങി പ്രത്യാശയോടെ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അടുത്തത്, തലയിൽ അനേക രാജമുടികൾ. അപ്പം നമുക്ക് വെളിപ്പാട് പുസ്തകം 12-ന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്
സാത്താന് 7 രാജമുടികൾ ഉള്ളപ്പോൾ കർത്താവിനെക്കുറിച്ച് പറയുന്നത് അനേക രാജമുടികൾ അവിടെയുണ്ട്. നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് നമ്മൾ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ യേശുക്രിസ്തു മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി അവിടുന്ന് സ്വർഗീയമായ മഹിമകളെയെല്ലാം വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ നമുക്കറിയാം, സൗമ്യനായി താഴ്മയോടെ കഴുതപ്പുറത്ത് രാജാവിനെ പോലെ പോയി. ലോകം അവിടുത്തേക്ക് സമ്മാനിച്ചത് മുൾമുടിയാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് കുതിരപ്പുറത്ത് അതേ വിജയിയായി അനേക രാജമുടികൾ ഉള്ളവനായി രാജാതിരാജനായ കർത്താതികർത്താവായ ആ കർത്താവിനെക്കുറിച്ചുള്ള മനോഹരമായ വിവരണങ്ങൾ നമുക്ക് താഴോട്ടുള്ള ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. യേശുക്രിസ്തുവിൻ്റെ വ്യത്യസ്തമായ നാമങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ ആർക്കും അറിയാത്ത ഒരു നാമത്തെക്കുറിച്ച് പറയുകയാണ്. നിത്യതയിൽ ആ നാമം എന്താണെന്ന് നമുക്കൊക്കെ അതെ തീർച്ചയായിട്ടും നമുക്ക് അത് വെളിപ്പെട്ട് കിട്ടും. രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനമെന്ന് പേര്. എന്താണ് സത്യത്തിൽ രക്തം തളിച്ച ഉടുപ്പ്? ഇത് യെശയ്യാ പ്രവാചകൻ്റെ പ്രവചന പുസ്തകത്തിലെ ഒരു നിവർത്തിയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 63-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ രക്താംബരം ധരിച്ചുകൊണ്ട് വരുന്നവൻ ആരാണെന്ന് പ്രവാചകൻ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടിയാണ്, ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിൽ തെറിച്ചു എന്നുള്ളതാണ്. 2 അർത്ഥത്തിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാനായിട്ട് പറ്റും. രക്തം തളിച്ച ഉടുപ്പ് എന്ന് പറയുമ്പോൾ കാൽവറി ക്രൂശിൽ അവിടുന്ന് മാനവജാതിയുടെ പാപത്തിനു വേണ്ടി ചൊരിഞ്ഞ ആ ഒരു രക്തത്തെ കാണിക്കുമ്പോൾ തന്നെ ഹർമഗദോൻ യുദ്ധം, നീതിയോടെയുള്ള അവിടുത്തെ ന്യായവിധികൾ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചന സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പറയാം, ഈ ലോകത്തിൽ 2 കൂട്ടരേ ഉള്ളൂ, അതിനപ്പുറത്ത് വേറെ ആരുമില്ല. ഒന്നുകിൽ ദൈവസ്നേഹം അനുഭവിച്ച് ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിന്ന് ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി തീരുന്നവരുടെ ഒരു കൂട്ടം, ഇല്ലെങ്കിൽ ദൈവിക ന്യായവിധി ഏറ്റുവാങ്ങാനായി പോകുന്ന, ഈ രക്ഷയ്ക്ക് വില കൊടുക്കാത്ത, ഈ ദൈവകൃപയുടെ മാഹാത്മ്യം തിരിച്ചറിയാത്ത, ഇതൊന്നും ഇല്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ആ ക്രൂശിതനായ കർത്താവിൻ്റെ സ്നേഹത്തെ അറിയാൻ താല്പര്യപ്പെടാത്തവർ, ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാത്തവർ, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നൽവരങ്ങളെ അനുഭവിക്കാത്തവർ, ഇങ്ങനെ 2 കൂട്ടരേ ഈ ലോകത്തിലുള്ളൂ. ഇതിൽ കർത്താവിൻ്റെ സൈഡിൽ നിൽക്കാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. അതിനപ്പുറം ഈ ലോകത്തിൽ മറ്റെന്തെങ്കിലും ഭാഗ്യമുണ്ടോ എന്നെനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ. അപ്പം നമ്മളിവിടെ കാണുന്നത് രക്തം തളിച്ച ഉടുപ്പ് അവിടുന്ന് ധരിച്ചിരിക്കുകയാണ്. അടുത്തത് അവന് ദൈവവചനം എന്ന് പേർ എന്നാണ്. ലോഗോസ് എന്ന് പറയുന്ന ഒരു പദം നമുക്ക് കാണാനായിട്ട് പറ്റും. ദൈവവചനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ലോഗോസ്. 4 സുവിശേഷ പുസ്തകങ്ങളിലെ 4ാമത്തെ പുസ്തകമായ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് നമ്മൾ ഈ ലോഗോസിനെ കുറിച്ച് കാണുന്നത്. അപ്പോൾ ലോഗോസുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട്. ഇൻകാർണേറ്റഡ് ലോഗോസ്, പ്രീ എക്സിസ്റ്റൻ്റ് ലോഗോസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇൻകാർണേറ്റഡ് ലോഗോസ്, അതായത് യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ്, ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്ന് പറഞ്ഞതുപോലെ ശരിക്കും ദൈവവചനം ജഡത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. അവിടുന്നാണ് പിതാവാരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നതും നിത്യജീവൻ്റെ പ്രത്യാശ നമുക്ക് നൽകിയതും. ആ പുത്രനെ നോക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം അവന് ദൈവവചനം എന്ന് പേർ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പൂർണ്ണമായ ഒരു വെളിപ്പാടാണ് കർത്താവായ യേശു ക്രിസ്തു. അതിൻ്റെ അർത്ഥം ഒരുവന് ദൈവത്തെ അറിയണമെങ്കിൽ അവൻ യേശുവിനെ അറിഞ്ഞാൽ മതി. കാരണം യേശു ദൈവ വചനമാണ്. അപ്പോൾ ലോഗോസ് എന്ന് പറയുന്ന പദം തന്നെ ദൈവത്തിൻ്റെ പ്രദർശനമെന്നാണ്. ദൈവത്തിൻ്റെ പ്രദർശനം,
അപ്പോൾ ദൈവത്തെ അറിയണമെങ്കിൽ യേശുവിനെ അറിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞ എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. അവിടുന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ അവിടുന്ന് നമുക്ക് നൽകി തന്നത് നിത്യജീവൻ്റെ മൊഴികളാണ്. അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളും അവിടുന്ന് ചെയ്ത വിടുതലുകളും എല്ലാറ്റിലും ഉപരിയായി യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും പറഞ്ഞില്ലേ, നാഥാ, നിത്യജീവൻ്റെ മൊഴികൾ നിന്നിലുണ്ട്, അങ്ങേ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവജനമെന്ന് പറയുന്നത് യേശു ക്രിസ്തു ആണ്. അടുത്തത്, നമ്മൾ ഈ വേദപുസ്തകം മുഴുവനും പഠിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ കാണാനായിട്ട് പറ്റും. സത്യത്തിൽ ക്രിസ്തുവിൻ്റെ ആ ഒരു സ്വഭാവവും ആ ഒരു ക്രിസ്തുവിൻ്റെ ആ ഒരു ക്യാരക്ടർ നമ്മുടെ ഉള്ളിലുണ്ടാകണം, അത് റിഫ്ലക്റ്റ് ചെയ്യണം. ബൈബിളിൽ മൊത്തം നമുക്കത് കാണാനായിട്ട് പറ്റും. പഴയ നിയമ യാഗങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ക്രിസ്തുവിനെയാണ്. സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളിൽ പോലും നമുക്കിതെല്ലാം കാണാനായിട്ട് പറ്റും. വിശുദ്ധ ബൈബിൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ദൈവവചനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. പരിശുദ്ധാത്മാവ് പ്രതിഫലിപ്പിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് ഉള്ളതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളം ക്രിസ്തുവിൻ്റെ സ്വഭാവം ആ വ്യക്തിയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം അത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത്, ഞാൻ ദൈവവചനം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയ ഒരു വാക്യമാണ്. അതായത് 14-ാമത്തെ വാക്യമാണ്. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ അവനോടൊപ്പം കുതിരപ്പുറത്ത് കയറി വരുന്നത് അവൻ്റെ വിശുദ്ധന്മാരാണ്. പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരെല്ലാവരും ഒരുമിച്ച് കർത്താവിനോടുകൂടി ആ വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് അവിടുത്തെ അനുഗമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ വാക്യത്തിൻ്റെ പൂർണ്ണമായ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വെളിപ്പാട് 17-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ്. അവിടുന്ന് രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്, തന്നെ അനുഗമിക്കുന്നവർ തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ ഈ സ്വർഗീയ സൈന്യം യുദ്ധത്തിൽ പങ്കാളികളാകും. അതിൻ്റെ അർത്ഥം യുദ്ധം ചെയ്യുമെന്നല്ല. നമ്മളവിടെ കാണുന്നത് ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടും. കയ്യിൽ വാൾ ഇരിക്കുന്നതായിട്ടല്ല നമ്മൾ കാണുന്നത്, വായിൽ നിന്ന് പുറപ്പെടുന്ന ആ ഒരു വാൾ എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? യുദ്ധം ചെയ്യേണ്ടി വരുന്ന ആവശ്യമില്ല, അവിടുന്ന് കൽപ്പിച്ചാൽ മാത്രം മതി. ശരിക്കും ഇത് ഒലിവുമലയിൽ കാലു ചവിട്ടുന്നതും ഹർമഗദോൻ യുദ്ധവുമൊക്കെ അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അടുത്ത ദിവസത്തെ നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്ക് കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിക്കാം. അപ്പം നമ്മൾ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വായിൽ നിന്ന് വരുന്ന ശ്വാസത്താലാണ് ഈ ഒരു അധർമ്മമൂർത്തിയെയും അല്ലെങ്കിൽ ആ ഒരു അധർമ്മത്തിൻ്റെ ആ വ്യാപാരത്തിൽ ജീവിക്കുന്ന എതിർ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവരാജ്യത്തോടും ദൈവത്തിൻ്റെ വചനത്തോടുമൊക്കെ മത്സരിച്ച് നിൽക്കുന്ന ആളുകളെ അന്നത്തെ ആ ഒരു കാലത്ത് മഹോപദ്രവത്തിൻ്റെ ഒടുവിൽ അവരെ ഉന്മൂലനാശം അവർക്ക് വരുത്തുന്നതെന്ന് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്തത് നമ്മൾ കാണാനായിട്ട് കഴിയുന്നത്, അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. സങ്കീർത്തനത്തിലെ ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയാണിത്. 2-ാമത്തെ സങ്കീർത്തനമാണ്. നമുക്ക് അറിയാം 2-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ, ശത്രുവിനെ തച്ചുടച്ച് കളയും, ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. അങ്ങനെ നമ്മൾക്ക് ആ ഒരു ഭാഗവും നമുക്ക് കാണാനായിട്ട് പറ്റും. അടുത്തത്, സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്ക് അവൻ മെതിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ യുഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ യുഗങ്ങളെക്കുറിച്ചുള്ളൊരു പഠനം, നമ്മൾ ചരിത്രത്തിൻ്റെ സൗകര്യത്തിനായിട്ട് വേദപണ്ഡിതന്മാർ തിരിച്ച യുഗങ്ങൾ, നിഷ്പാപയുഗം, പിന്നീടുള്ള മനസ്സാക്ഷി യുഗം, ന്യായപ്രമാണ യുഗം, കൃപായുഗം. അപ്പം ഓരോ യുഗത്തിലും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ട്
ദൈവം തൻ്റെ പ്രവാചകന്മാരെയും ദൈവം തൻ്റെ ദാസന്മാരെയും ഒക്കെ അയച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ ലോകം ദൈവത്തിൻ്റെ വാക്കുകൾക്ക് പകരം അവിടുത്തെ ദാസന്മാരിലൂടെ അരുളി ചെയ്തതിന് അനുസരിക്കുന്നതിന് പകരം അവരെയൊക്കെ കൊന്നുകളയുകയാണ് ചെയ്തത്. പഴയ നിയമഭാഗങ്ങളിലെല്ലാം നമുക്കത് കാണാനായിട്ട് പറ്റും. പ്രവാചകന്മാരെയും തൻ്റെ ദാസന്മാരെയും ഒക്കെ ദൈവം അയച്ചപ്പം മടങ്ങി വരുന്നതിന് പകരം ഈ ലോകം എന്തിനേറെ പറയുന്നു, തൻ്റെ സ്വന്തം ജനം പോലും അവരെ കൊന്നുകളയുകയും അവരെ ഇല്ലാതാക്കുകയുമാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നീതിയോടെയുള്ള നീതിപൂർവമായ ദൈവിക ന്യായവിധിയാണ്. അതാണ് നമ്മൾ കാണുന്നത്. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്ക് അവിടുന്ന് മെതിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ന്യായവിധിയുടെ പ്രതീകമാണ്. സുവിശേഷ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടുന്ന് വളരെ വ്യക്തമായ ഒരാശയം നമുക്ക് ലഭിക്കുന്നത്, പിതാവ് ന്യായവിധിയെല്ലാം പുത്രൻ്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ന്യായം വിധിക്കുവാൻ തക്കവണ്ണം അധികാരസ്ഥനായി അല്ലെങ്കിൽ അധികാരമുള്ളവനായി പുത്രൻ യേശുക്രിസ്തു മാറിയതിൻ്റെ കാരണം അവിടുന്ന് കാൽവറി ക്രൂശിൽ തൻ്റെ ശരീരവും തൻ്റെ രക്തവും ഒക്കെ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട് സകല മാനവജാതിക്കും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള രക്ഷയുടെ വഴി ഒരുക്കി കൊടുത്തു. അപ്പോൾ ഈ ഒരു രക്ഷ സൗജന്യമാണ്. അതുകൊണ്ട് തന്നെ രക്ഷയ്ക്കുള്ള വഴിയൊരുക്കി കൊടുത്തവൻ തന്നെ ന്യായകർത്താവും ന്യായവിധി നടത്തുന്നവനുമായി തീർക്കുന്നത് ദൈവനീതിയുടെ ഒരു ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അവൻ ഇരുമ്പുകോൽ കൊണ്ടവരെ മേയിക്കും. അവിടുന്ന് ദൈവക്രോധത്തിൻ്റെ മദ്യത്തിൻ്റെ ചക്ക് മെതിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഏറ്റവും ഒടുവിൽ ആ 15-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 16-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തിനാണ് ഈ ഒരു നാമം എഴുതിയിരിക്കുന്നത്? നമുക്കറിയാം, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് വന്നു. പീലാത്തോസ് അടക്കമുള്ളവരൊക്കെ ചോദിച്ചു, നീ രാജാവാണോ, നീ രാജാവാണോ, നീ പറ. അവിടുന്ന് രാജാവായിട്ടും അവിടുത്തെ രാജത്വത്തെ അംഗീകരിക്കാത്തവർ, അവിടുത്തെ ദൈവത്വത്തെ, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്തവർ, അതെ, സംശയിച്ചു നിന്നവർ, അവരുടെ എല്ലാം സംശയം അതെ നീക്കുമാറ് രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന് ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അവിടുന്ന് രാജാതിരാജാവ് തന്നെയാണ്. അതിനൊരു മാറ്റവുമില്ലാത്ത കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ അർത്ഥം വസ്ത്രത്തിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചെന്നോ തുടയിൽ പേനയുടെ മഷി കൊണ്ട് എഴുതിയെന്നോ ഒന്നുമല്ല. അതായത് കാണത്തക്ക നിലയിൽ തെളിവായി വരത്തക്കവണ്ണം അവനെ തള്ളിപ്പറഞ്ഞ യഹൂദന്മാർ പോലും കുത്തിയവങ്കലേക്ക് നോക്കും. യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചവർ, വസ്ത്രമൊക്കെ പങ്കിട്ട് അങ്കിയൊക്കെ പങ്കിട്ടെടുത്തവർ, ദൈവത്തിന് സ്തോത്രം, നീ ദൈവപുത്രനെങ്കിൽ ക്രൂസിൽ നിന്ന് ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചവർ, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്നൊക്കെ പറഞ്ഞ് അതേ പരിഹസിച്ചവർ, പുച്ഛിച്ചവർ, മുഖത്തെ രോമം വലിച്ചു കീറിയവർ, തുപ്പിയവർ, വിലാപ്പുറത്ത് കുത്തിയവർ, പ്രിയപ്പെട്ടവരെ, അന്ന് അതൊക്കെ ചെയ്തപ്പോൾ അവിടുന്ന് മിണ്ടാതെ സൗമ്യനായി പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാനായി ശാന്തനായി ആ ക്രൂസിനെ സഹിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ കിരീടമല്ല വെച്ചത്, മുൾമുടി തൻ്റെ തലയിൽ വെച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനെ ഈ ലോകം ഒരു 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 കുറ്റവാളിയോട് പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തപ്പം വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ തലസ്ഥാനത്ത് നമ്മൾ കാണുന്നത് തേജസ് വാരി ചുറ്റി, ദൈവവചനം എന്ന പേര്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവൻ, തലയിൽ അനേക രാജമുടിയുണ്ട്, ആമേൻ, വിശ്വസ്തനാണ്, സത്യവാനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. സെഖര്യാ പ്രവാചകൻ്റെ പുസ്തകം
14 അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് ഈ പ്രവചനവുമായിട്ട് ചേർന്നൊരു ഭാഗം നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ കർത്താവ് തൻ്റെ വിശുദ്ധന്മാരുമായി ഒലിവ് മലയിലേക്ക് ഇറങ്ങി വരുന്നതും തുടർന്ന് നടക്കുന്ന ഹർമഗദോൻ യുദ്ധവുമാണ്. ശരിക്കും മഹാദൈവത്തിൻ്റെ അത്താഴം എന്ന് പറയുന്ന അടുത്ത ഭാഗങ്ങളിൽ 17 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ ഒരു ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്, അവിടുന്ന് സത്യവാനാണ്, നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവമാണ്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് ഭയാനകമായ ന്യായവിധിയുടെ ദിവസങ്ങളാണെങ്കിൽ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ആത്മമണവാളനായ കർത്താവിനോട് കൂടെയുള്ള വാസത്തിൻ്റെ ദിവസങ്ങളാണ്. അവിടുന്ന് നമ്മളെ ആദരിക്കും. കഷ്ടപ്പെട്ട് വില കൊടുത്ത് വിശ്വാസത്തിന് വേണ്ടിയൊക്കെ നിൽക്കുന്നതിന് പ്രതിഫലം അവിടുന്ന് നമ്മൾക്ക് തരും. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ട് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നവരാണെങ്കിലും ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടായിരിക്കാം ദൈവത്തെ സേവിക്കുന്നത്. ഈ ലോകത്തിലെ പല സന്തോഷങ്ങളും വേണ്ട എന്ന് വെക്കും. ഇന്ന് ഒരു പക്ഷേ അത് കാണാനും പ്രതിഫലം തരാനും ഒന്നും ആരുമില്ലെങ്കിലും ദൈവം തൻ്റെ നമ്മുടെ മുഖത്തെ ആദരിക്കുന്ന ദിവസങ്ങളുണ്ട്. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.